ഹലോ, വെൽക്കം ടു മൈ വീഡിയോ. ഇന്ന് നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. 8ാം ക്ലാസ്സിലെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന ചാപ്റ്ററിലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കാണാം. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ഐസോസ്ലെസ് ട്രപ്പീസിയം. എന്താണ്? ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാനാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം തന്നിട്ടുണ്ട്. ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ പെർപെൻഡിക്കുലർ ഹൈറ്റ് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. പാരലൽ സൈഡ്സിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ, 7 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഐസോസ്ലെസ് ട്രപ്പീസിയം കാണാൻ പ്രത്യേകിച്ച് ഒരു ഇക്വേഷൻ ഇല്ല. നമുക്ക് ഈ ഒരു ഫിഗറിനെ 3 ഷേപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ ഈ ഒരു ഷേപ്പ്, രണ്ടാമത് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ഹൈറ്റ് നമുക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പം ഇത് രണ്ടാമത്തെ ഫിഗർ, ഇത് മൂന്നാമത്തെ ഫിഗർ. അപ്പം ഈ ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയത്തിനെ ഒരു ട്രയാങ്കിൾ ആയിട്ടും ഒരു റെക്റ്റാങ്കിൾ ആയിട്ടും മറ്റൊരു ട്രയാങ്കിൾ ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ ട്രയാങ്കിളും ഒരുപോലെ തന്നെയാണ്. അപ്പം ഈ 3 ഫിഗറിന്റെയും ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമുക്കറിയാം, ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഹാഫ് BH ആണ്. റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഹാഫ് BH ആണ്. ഇവിടെ ഈ റെക്റ്റാങ്കിളിന്റെ ഇതിന്റെ മൊത്തം ലെങ്ത് ആണ്, ഈ ട്രപ്പീസിയത്തിന്റെ ബേസ് മൊത്തമാണ് 7 സെന്റിമീറ്റർ. ഈ മുകളിലെ ഭാഗം 3 സെന്റിമീറ്റർ ആയാൽ അതേപോലെ ഇവിടെയുള്ള ഈ ഭാഗവും 3 സെന്റിമീറ്റർ ആയിരിക്കും. ബാക്കി 7 3 പോയാൽ 4 സെന്റിമീറ്റർ ആണ്. 4 സെന്റിമീറ്ററിനെ 2 ഭാഗിച്ചാൽ 2 സെന്റിമീറ്റർ ഇവിടെയും 2 സെന്റിമീറ്റർ ഇവിടെയും ലഭിക്കും. അപ്പൊ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ബേസ് കിട്ടി, ഹൈറ്റ് കിട്ടി. നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ റെക്റ്റാങ്കിളിന്റെ ഒരു ലെങ്ത് കിട്ടി, മറ്റൊരു മെഷർമെന്റും കിട്ടി. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ ട്രയാങ്കിളിന്റെ ബേസ് കിട്ടി, ഇവിടെ 4 സെന്റിമീറ്റർ ഹൈറ്റ് കിട്ടി. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് ഐസോസ്ലെസ് ട്രപ്പീസിയം is equal to area of ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് BH പ്ലസ് റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ എന്താണ്? ഹാഫ് BH. നമുക്ക് ഹാഫ് ഇൻറ്റു ഈ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ബി എന്ന് പറയുന്ന ബേസ് എത്രയാണ്? 2 ഇൻറ്റു ഹൈറ്റ് 4 സെന്റിമീറ്റർ. 4 പ്ലസ് ഈ റെക്റ്റാങ്കിളിന്റെ കേസ് എടുക്കുമ്പോൾ ഇവിടെ 3ഉം 4ഉം 3 ഇൻറ്റു 4 പ്ലസ് 1/2 ഇൻറ്റു ഇതേ സെയിം ഫസ്റ്റിൽ കൊടുത്ത അതേപോലെ തന്നെ 2 ഇൻറ്റു 4. ഇനി ഇതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ ഈ 2 പോയി, ഇവിടെ 4 കിട്ടി. 3 ഇൻറ്റു 4 12 ആണ്. പ്ലസ് ഈ 2ഉം പോയി, ഇവിടെ 4 കിട്ടി. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയത്? 12 പ്ലസ് 4 16, 16 പ്ലസ് 4 20 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കിട്ടി. എങ്ങനെയാണ് ചെയ്തത്? ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടു, രണ്ടാമത്തെ റെക്റ്റാങ്കിളിന്റെ ഏരിയ കണ്ടു, മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടു. ഈ 3 ഏരിയയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് ഐസോസ്ലെസ് ട്രപ്പീസിയത്തിന്റെ ഏരിയ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The parallel sides of an isosceles trapezium are 8 centimeter and 4 centimeter long and non-parallel sides are 5 centimeter long. What is its area? അപ്പം നമുക്ക് ഇതിന് ഇവിടെ ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം
വരച്ചു നോക്കാം. അപ്പൊ എന്താണ് ഫിഗറിൽ പറഞ്ഞ ഐസോസെൽസ് ട്രപ്പീസിയത്തിന്റെ പാരലൽ സൈഡ്സ് ഏതൊക്കെയാണ്? ഇതും ഇതുമാണ് പാരലൽ സൈഡ്സ്. അപ്പൊ പാരലൽ സൈഡ്സ് വലിയ മെഷർമെന്റ് വലിയ സൈഡിന് കൊടുക്കുക. 8 സെന്റിമീറ്റർ ആൻഡ് 4 സെന്റിമീറ്റർ ലോങ് ആണ് പാരലൽ സൈഡ്. നോൺ പാരലൽ സൈഡ്സ് ഐസോസെൽസ് ട്രപ്പീസിയത്തിന്റെ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എന്നിട്ട് എന്താ ചോദിച്ചത്? വാട്ട് ഈസ് ഇറ്റ്സ് ഏരിയ ആണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇവിടെയും എന്ത് ചെയ്യണം? ഈ ഐസോസെൽസ് ട്രപ്പീസിയത്തിനെ 3 ഡിവൈഡ് ചെയ്യണം. നമുക്ക് എന്ത് കിട്ടും? ഇവിടെ മൊത്തമായിട്ട് 8 സെന്റിമീറ്റർ ആണ്. ഈ 8ന്റെ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആണ്. അപ്പൊ ബാക്കി 8ന്ന് 4 പോയി കഴിഞ്ഞാൽ 4 ഉണ്ടാവും. ആ 4നെ 2 ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഈ ഒരു ട്രയാങ്കിളിന്റെ ബേസ് 2 കിട്ടി. ഈ ഒരു ട്രയാങ്കിളിന്റെയും ബേസ് 2 കിട്ടി. അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ബേസ് 2 കിട്ടി. ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം 5 ആണെങ്കിൽ പൈത്തഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ആ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചൂടെ? ഹാഫ് BH എടുത്തിട്ട്. അപ്പൊ നമുക്ക് ഇതിനെ H എന്ന് കൊടുക്കാം. H is equal to എങ്ങനെയാ കണ്ടുപിടിക്കാം? ഈ കാണാത്ത ഹൈറ്റ് അറിയാത്തോണ്ട് H എന്ന് കൊടുത്തു. Hനെ റൂട്ട് ഓഫ് എന്താണ്? 5 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അത് എത്ര കിട്ടും? റൂട്ട് ഓഫ് 5ന്റെ സ്ക്വയർ 25 മൈനസ് 4ന്റെ സ്ക്വയർ 16. എത്ര കിട്ടും? റൂട്ട് ഓഫ് 25 മൈനസ് 16 25 എന്ന് 16 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും റൂട്ട് 9, അതായത് 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 3 സെന്റിമീറ്റർ. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 3 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഏരിയ ഓഫ് ഐസോസെൽസ് ട്രപ്പീസിയം is equal to ഈ 3 ഫിഗറിന്റെ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് റെക്ടാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പം ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH പ്ലസ് റെക്ടാങ്കിളിന്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പ്ലസ് അടുത്ത ട്രയാങ്കിളിൻ്റെത് ഹാഫ് BH. നമുക്ക് കൊടുക്കാം ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 2 സെന്റിമീറ്റർ. ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് നമുക്ക് കിട്ടി 3 സെന്റിമീറ്റർ പ്ലസ് ലെങ്ത് എത്രയാ? 4 ഇൻറ്റു 3 പ്ലസ് ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 3. ഈ 2 പോയി, ഇവിടെ 2 പോയി. ഇവിടെ എത്ര കിട്ടും? 3 പ്ലസ് 12 പ്ലസ് 3, അതായത് 12 പ്ലസ് 6 എത്രയാണ് നമുക്ക് കിട്ടുക? 18 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗറിന്റെയും ഐസോസെൽസ് ട്രപ്പീസിയത്തിന്റെ ഏരിയയും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ എങ്ങനെയാണ് ഈ 2 ക്വസ്റ്റ്യനും ചെയ്തത് എന്ന് മനസ്സിലായല്ലോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.